റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്. 916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 04942680 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആറുകൊണ്ടാറെഴുതീരാറു ചില്ലയിൽ മീമെഴുതി, മീമിനാൽ നൂനെഴുതി, നൂനലിഫില്ലാമെഴുതി. ആറുകൊണ്ടാറെഴുതീരാറു ചില്ലയിൽ മീമെഴുതി, മീമിനാൽ നൂനെഴുതി, നൂനലിഫില്ലാമെഴുതി. പവിത്രമായ റമദാൻ മാസം, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഓരോ അമലിനും വലിയ വലിയ പ്രാധാന്യവും പുണ്യവും കരസ്ഥമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഐശ്വര്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റമദാൻ ടെലിക്യൂസിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റമദാൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? പാത്തു. പാത്തു എവിടുന്നാണ്? പൊന്നാനി. പാത്തു എന്താ ചെയ്യുന്നത്? എത്രാം ക്ലാസ്സിലാണ്? 1ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ് പഠിക്കണത്? പള്ളപ്പുറത്താണോ? പാത്തു നന്നായി പഠിക്കണുണ്ടോ? എന്നാ പാത്തു ഒരു പാട്ട് പാടിക്കേ. ഒരു പാട്ട് പാടി. ആദരത്തുകിന്റെ അഴകാലും തൊണ്ടപ്പ് പൂനാരി ഹജറ. ആയ്, ഉഷാറാണല്ലോ, നല്ല പാട്ടോ. ചോദ്യം ചോദിക്കട്ടെ? ആരൊക്കെ അടുത്തുള്ളത്? വല്യമ്മയുണ്ട് അല്ലേ? വല്യമ്മാടും ഉമ്മച്ചിനോടും ഉത്തരം ചോദിക്കണം കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് ഉത്തരം പറയോ? എന്നാ ചോദ്യം ചോദിക്കട്ടെ? ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? പറയോലോ? ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാമത്തെ ചോദ്യമാണ് ചോദിക്കാൻ പോണത് കേട്ടോ. ഒരു സൂറത്തെ എല്ലാ ആയത്തുകളും ദാല് കൊണ്ടാണ് അവസാനിക്കുന്നത്. ദാല്. എല്ലാ ആയത്തുകളും ദാല് കൊണ്ട് അവസാനിക്കും. ദാല്. ഏതാണ് ആ സൂറത്ത്? ആരാ പറഞ്ഞത്? സൂറത്തുൽ ഇഖ്ലാസ്. അത് ഓതാൻ അറിയോ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. കുഫുവൻ അഹദ്.
കുഫുവൻ കുഫുവൻ അഹദ്. ഇതാണ് സൂറത്തുൽ ഇഖ്ലാസ് ട്ടോ. അപ്പൊ ആ ഉത്തരം ശരിയാണ് ട്ടോ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ഇനി രണ്ടാമത്തെ ചോദ്യം വല്ലും മാടും ഉമ്മാടും ചോദിച്ചതിന്റെ ഉത്തരം പറയണം കേട്ടോ. ബസറയിലെ ഗവർണർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയച്ച കത്ത് ആര് മുഖേനയായിരുന്നു? ബസറയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അയച്ച കത്തുണ്ടായിരുന്നു. ആ കത്ത് ആര് മുഖേനയാണ് അയച്ചത്? ഓപ്ഷൻസ്: ഒന്ന് ഹാരിസ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, രണ്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മൂന്ന് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു. ഇതിലേതാണ് ശരി? അനസ് ബിൻ മാലിക്കാണോ? അനസ് ബിൻ മാലിക്, ഹാരിസ് ബിൻ ഉമൈർ, ത്വൽഹത്ത്, ഇതിലേതാണ് ശരി? അനസാണോ? ഉറപ്പിക്കാം. അനസ് ബിൻ മാലിക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഉത്തരം ഉറപ്പിക്കട്ടെ? ഹലോ ആ അനസ് ബിൻ മാലിക്, ഹാരിസ് ബിൻ ഉമൈർ, ത്വൽഹത്ത്, ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ത്വൽഹത്താണോ? ഉറപ്പിക്കാം? ഉറപ്പിക്കാൻ കേട്ടോ. ത്വൽഹത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം ഹാരിസ് ബിൻ ഉമൈർ ആണ് കേട്ടോ. വീണ്ടും വിളിക്കണേ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? മഹസിൻ. എവിടുന്നാണ്? പള്ളപ്പുറം. മഹസിൻ, ചോദ്യം ചോദിക്കട്ടെ? ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ്. ആരൊക്കെ ഉണ്ട് അടുത്ത്? അമ്മച്ചിയോട് ചോദിക്കണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം: നജ്ജാശി രാജാവിൻ്റെ കൊട്ടാരത്തിൽ പ്രവാചകനെ സംബന്ധിച്ച് അത്യുജ്വലമായ പ്രഭാഷണം നടത്തിയ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. നജ്ജാശി രാജാവിൻ്റെ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അത്യുജ്വലമായ ഒരു പ്രഭാഷണം നടത്തിയ ഒരു സ്വഹാബി. ഏതാണ് ആ സ്വഹാബി എന്നാണ് ചോദ്യം. ഓപ്ഷൻ 1 സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, 2 അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, 3 ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? 1 സെയ്ദ് ബിൻ ഹാരിസ്. ഉറപ്പിക്കാം? ഉറപ്പിക്കട്ടെ? സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം ജഅഫർ ബിൻ അബി ത്വാലിബാണ് കേട്ടോ. വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? മുഹമ്മദ് കുട്ടി. എവിടുന്നാണ്? ചേകനൂര്. എന്ത് ചെയ്യുന്നു? എന്താ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മളെ വീട്ടിലെ പണിയൊക്കെ ഇങ്ങനെ പോകണം. അതെ, സ്വസ്ഥാണ്. സുഖാണ്. എന്താ മരക്കാർക്ക് സുഖല്ലേ? സുഖാണ്. ഞാനിങ്ങനെ വിളിച്ചു നോക്കിയാൽ ചോദ്യം നമ്പർ ആയിരിക്കണേ. നല്ലതാണ്, ഇടയ്ക്കൊക്കെ വിളിക്കണത് നല്ലതാണ്. വിളിച്ചു നോക്കാതെ അത് വിളിച്ചതാ. എങ്ങനെയുണ്ട് നിങ്ങളുടെ റമദാൻ വിശേഷങ്ങളൊക്കെ? റമദാനൊക്കെ അടിപൊളി പോകുന്നുണ്ട്. അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അല്ലേ? തറാവി കഴിഞ്ഞ് വന്നിട്ട് അത് കാണും ഞാന്. അപ്പൊ അത് കാണുന്ന ആളാണല്ലേ? വിളിക്കാറുണ്ടായിരുന്നോ മുമ്പ്? ഇല്ല, ഞാന് മുന്നേ വിളിച്ചിട്ടുണ്ട്. അതൊന്നും കിട്ടൂല. നോക്കി നോക്കല്ലേ?
ആ നോക്കി നോക്കാം. ആ ആ അപ്പൊ നമ്മുടെ ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ്. ആ ചോദിക്കട്ടെ. ഹംസ ചോദിച്ചോളെ. ഒന്നാമത്തെ ചോദ്യം, ആ 1,00,000 ഹദീസ്, ആ 1,00,000 ഹദീസ് ആ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതിയ ഒരു ഇമാം ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് തൻ്റെ കൈപ്പട കൊണ്ട് 1,00,000 ഹദീസ് എഴുതിയ ഒരു ഇമാം. ഒരു ഇമാമ് അല്ലേ? ആ ഇമാമിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ തരാം കേട്ടോ. ആ ആ ആ ഓപ്ഷൻ വേണോ? ആ വേണം വേണം. 1 ഹംബലി, 2 മാലിക്കി, 3 ഹനഫി. അനഫി. ഹംബലി, മാലിക്കി, അനഫി അല്ലേ? മാലിക്കി ഇമാമാണോ, ഹംബലി ഇമാമാണോ, ഹനഫി ഇമാമാണോ? അനഫി, മാലിക്കി, അനഫി അല്ല. 1,00,000 ഹദീസ്. ആ 1,00,000 ഹദീസ് അല്ലേ? അതെ. അനഫി, അനഫി, ഹംബലി, മാലിക്കി, ഹനഫി. 1 ആണോ 2 ആണോ 3 ആണോ? 1 ഹംബലിയാണ്, 2 മാലിക്കിയാണ്, 3 ഹനഫിയാണ്. ഇതിലേതാണ് ശരിയായ ഉത്തരം? അല്ലേ മാലിക്കി? മാലിക്കി ആണെന്നൊരു ഓർമ്മ ഉള്ളത്. ഓർമ്മ ഉള്ളത്. നമുക്ക് അതുമേൽ നിൽക്കാല്ലേ? ആ അപ്പൊ നിങ്ങൾ പറഞ്ഞത് മാലിക്കി എന്നാണ്, മാലിക്കി ഇമാമാണ് എന്നാണ് നിങ്ങൾ പറയുന്ന ഉത്തരം. അത് നമുക്ക് ശരിയാണെന്ന് നോക്കാം അല്ലേ? ആ നോക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം മാലിക്കിയാണ്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. അൽഹംദുലില്ലാ. ഇനി ഓപ്ഷൻ ഇല്ലാതെ ഉത്തരം പറയാൻ പറ്റുന്ന തോന്നുന്നത്. അതെ. എന്നാൽ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ചോദിക്കേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാല്യകാല സുഹൃത്തും പിന്നീട് ഖലീഫയുമായ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാല്യകാല സുഹൃത്താണ്. പിന്നീട് അദ്ദേഹം ഖലീഫയായി. ഏതാണ് ആ സ്വഹാബി? ഓപ്ഷൻ ഓപ്ഷൻ വേണല്ലേ? 1 ഉമർ റളിയല്ലാഹു അൻഹു, 2 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 3 ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉറപ്പിക്കാം? ഉറപ്പിക്കാം അല്ലേ? സംശയമൊന്നുമില്ല. സംശയമില്ലാതാണ് തോന്നുന്നത്. അതാ നോക്കി നോക്കാം അല്ലേ? പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നാണ്. എന്നാൽ ആ ഉത്തരവും ശരിയാണ്. ഇനി 3ാമത്തെ ചോദ്യമാണ്, സമ്മാനത്തിലേക്കുള്ള ചോദ്യമാണ്. ആയിക്കോട്ടെ നോക്കാം. സമ്മാനം വാങ്ങിക്കോ നോക്കാം അല്ലേ? അതെ. എന്നാല് ചോദിക്കാം അല്ലേ? പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ്. 13 പ്രാവശ്യം മദീനയിൽ തൻ്റെ പ്രതിനിധിയായി കൊണ്ട് പ്രവാചകൻ നിയമിച്ച ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. 13 പ്രാവശ്യം മദീനയിൽ തൻ്റെ പ്രതിനിധിയായി കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിക്കപ്പെട്ട ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബിയുടെ പേരെന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ വേണല്ലേ? അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം. ഉമ്മി മക്തൂം 1. രണ്ടാമത്തത് മാലിക് ബിൻ സിനാൻ. 3 മുആദ് ബിൻ ജബൽ. ഇതിൽ 1 ആണോ 2 ആണോ 3 ആണോ ശരിയായ ഉത്തരം? എന്താണ് ഒന്നുകൂടി പറയണം. ഒന്നാമത്തത് ചോദ്യം പറയണമെന്നോ ഓപ്ഷൻ പറയണോ? ഉത്തരം പറയില്ല, ഓപ്ഷൻ പറയുള്ളൂ. ഓപ്ഷൻ പറയല്ലേ മമ്മൂട്ടി സാഹിബേ? ഓപ്ഷൻ പറയാം. 1 കേട്ടോളൂ. 1 അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം. 2 മാലിക് ബിൻ സിനാൻ. 3 മുഹമ്മദ് മുആദ് ബിൻ ജബൽ. 1 ആണോ 2 ആണോ 3 ആണോ ശരിയായ ഉത്തരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പല ഭാഗങ്ങളിലേക്കും പോകുമ്പോൾ ബദറിലേക്ക് പോകുന്ന സമയത്ത് വരെ
മദീന പള്ളിയിലെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെട്ടത് ഈ സ്വഹാബിയായിരുന്നു. ഓപ്ഷൻ ഒന്നാണ് തോന്നുന്നു. ഉറപ്പിക്കാം? ഉറപ്പിക്കാം. അവിടെ ഉറപ്പിക്കാം അല്ലേ? അത് ഉറപ്പിക്കാം. എന്താ ചെയ്യാ, ഒരു ഐഡിയ കിട്ടണില്ല. ഐഡിയ കിട്ടണില്ല. എന്നാ ലോക്ക് ചെയ്യട്ടെ. ആ ലോക്ക് ചെയ്ത് ഇനി മാറ്റി പറയാൻ പറ്റില്ല കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ മനസ്സിൽ കണ്ട ഉത്തരം ഏതായിരുന്നു? അല്ലെങ്കിൽ രണ്ട് മാലിക് സിനാന കണ്ടിരുന്നത് അല്ലേ? ഇത് രണ്ടാണ് നിങ്ങളെ മനസ്സിൽ വന്നത്. അതിലിപ്പോ നിങ്ങൾ ഒന്നാ പറഞ്ഞത്. അതെ, അത് ശരിയാകോ ഇല്ല എന്നുള്ളതിലാണ് ഇപ്പൊ ഉള്ളത്. രണ്ടാമത്തെ ആക്കാം നമുക്ക്. അല്ലെങ്കിൽ ഇനി ലോക്ക് ചെയ്ത് കഴിഞ്ഞ് മാറ്റാൻ പറ്റില്ല. ലോക്ക് ചെയ്യുന്നതിന് മുന്നേ മാറ്റാൻ പറ്റുള്ളൂ. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റൂല. അത് ഒന്നാണ് നിങ്ങൾ പറഞ്ഞത്, അത് ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്തു. ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് നോക്കല്ലേ ശരിയാണോ അറിയില്ല. നോക്കല്ലേ ശരിയായ നല്ലൊരു സമ്മാനമൊക്കെ കിട്ടും അല്ലേ? അതെ, ശരിയായ സമ്മാനം കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പിന്നെ നോക്കാല്ലേ ഇൻഷാ അല്ലാഹ്. എന്തായാലും നമുക്ക് നോക്കുക. നിങ്ങൾ പറഞ്ഞ ഉത്തരം അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം എന്നാണ്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. സമ്മാനം നേടിയിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. ഞങ്ങൾ പള്ളിയിൽ തറാവിനെ പോകുമ്പോ ദുആ ചെയ്യണ്ടേ? അതെ, അൽഹംദുലില്ലാഹ്. എന്താണ് നിങ്ങൾക്ക് സുഖല്ലേ? സുഖാണ്, ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. ഓക്കെ, എന്നാ അസ്സലാമു അലൈക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഞാൻ ഷഫിയ. ഷഫ്ന. അതെ. എവിടുന്നാണ്? എടപ്പാൾ. എന്ത് ചെയ്യുന്നു? 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എവിടെ പഠിക്കുന്നത്? IHRD നെല്ലിശ്ശേരി. ചോദ്യം ചോദിക്കട്ടെ? ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 3 ചോദ്യങ്ങളാണ് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ഹിജറ 13 ജമാദുൽ ഉഖ്റ 22-നായിരുന്നു അദ്ദേഹത്തിൻ്റെ വഫാത്ത്. ഹിജറ 13 ജമാദുൽ ഉഖ്റ 22 അന്നാണ് അദ്ദേഹം വഫാത്തായത്. ആര്? ഓപ്ഷൻ തരാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ഒന്നുകൂടി പറയാ. ഹിജറ 13 ജമാദുൽ ഉഖ്റ 22-നായിരുന്നു അദ്ദേഹത്തിന്റെ വഫാത്ത്. ആരുടെ? ഓപ്ഷൻസ്: 1 സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ്. 2 ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. 3 അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? അലി ബിൻ അബി ത്വാലിബ്. ഉറപ്പിക്കാം? അലി ബിൻ അബി ത്വാലിബ് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം അബൂബക്കർ സിദ്ദീഖ് ആണ് കേട്ടോ. പിന്നെ വിളിക്കുക. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഫാത്തിമ ലിബ. എവിടുന്നാണ്? വട്ടംകുളം. ഫാത്തിമ ലിബ എന്ത് ചെയ്യുന്നു? 2ാം ക്ലാസ് പഠിക്കുന്നത്. എവിടെയാണ് പഠിക്കുന്നത്? വട്ടംകുളം സ്കൂളിലാണ് അല്ലേ? നന്നായി പഠിക്കുന്നില്ലേ? നല്ല പാട്ടൊക്കെ പാടാറുണ്ടോ? എന്നാ ഒരു പാട്ട് പാടുവോ? ഹലോ, ഒരു പാട്ട് പാടുവോ? പൂവല്ലേ നറുനില പൂമാളല്ലേ മധുര പാദീനേരിൽ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ ലെങ്കി മാറിയുന്നോളെ. ചോദ്യം ചോദിക്കട്ടെ? അടുത്ത ആരൊക്കെ ഉള്ളത്? ഉമ്മ ഉണ്ട് അല്ലേ?
അവരോടൊക്കെ ചോദിച്ച ഉത്തരം പെട്ടെന്ന് പറയണം കേട്ടോ. ആ പറയോ? ആ എന്നാ ചോദിക്കട്ടെ. ആ നമ്മളൊക്കെ സാധാരണ ചെല്ലുന്നൊരു ബൈത്താണ്. ഈ ബൈത്ത് ആരാണ് എഴുതിയതെന്ന് പറയണം കേട്ടോ. ചോദിക്കട്ടെ. ആ ആ കളവ് പറയല്ല എന്നും ചൊന്നാരെ, കള്ളൻ്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. ഇതാരുടെ വരികളാണ്? ആരാണ് ഇത് എഴുതിയത്? ഓപ്ഷൻ വേണോ? ഹലോ, ഡോക്ടർ. ഓപ്ഷൻ വേണോ? ആ ഒന്ന് ഖാലി മുഹമ്മദ്, രണ്ട് ഖാലി ഹസൻ, മൂന്ന് ഖാലി ഗഫൂർ. ആ ഇതിലേതാണ്? ഒന്നാണോ രണ്ടാണോ മൂന്നാണോ? ഒന്ന്. ഒന്ന്. ആ ഒന്ന് ഉറപ്പിക്കാം അല്ലേ? ആ ഒന്ന് ഖാലി മുഹമ്മദ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. ആ ഏതാണ് കൃതി എന്നറിയോ? ഇല്ല. മുഹിയുദ്ദീൻ മാല. ഏതാണ്? മുഹിയുദ്ദീൻ മാല. മുഹിയുദ്ദീൻ മാലയില് ഖാലി മുഹമ്മദ് എഴുതപ്പെട്ട വരികളാണത് കേട്ടോ. ആ എന്നാ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ആ പറയില്ലേ? ആ ഹിജറ 150, ഹിജറ 150 ഫലസ്തീനിലെ ഗസയിലാണ് ജനനം. ആരുടെ? ഫലസ്തീനിലെ ഗസയിലാണ് അവർ ജനിച്ചത്. ഒരു ഇമാമാണ്. ഏത് ഇമാമാണ്? ഓപ്ഷൻ. ഓപ്ഷൻസ്: ഒന്ന് ഷാഫി ഇമാം, രണ്ട് ഹനഫി ഇമാം, മൂന്ന് ഹംബലി ഇമാം. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? മൂന്നാമത്തെ. മൂന്നാണോ ഹംബലിയാണോ? ഒന്ന്. ഒന്ന്. ഷാഫി ഇമാം ഉറപ്പിക്കാം അല്ലേ? ആ ഉറപ്പിക്കട്ടെ. ആ ഷാഫി ഇമാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഉത്തരം ശരിയാണ്. ആ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ആ മദ്രസയിൽ പോകാറുണ്ടോ? ആ എത്രാം ക്ലാസ്സിലാണ്? രണ്ടില്. രണ്ടിലാണ് അല്ലേ? രണ്ടില് നല്ലോണം പഠിക്കലുണ്ടോ? ആ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി അറിയിച്ചു കൊടുത്തിരുന്ന ഒരു മലക്കുണ്ട്. നബിക്ക് വഹി എത്തിച്ചു കൊടുത്തിരുന്ന ഒരു മലക്ക്, അള്ളാഹുവിന്റെ സന്ദേശങ്ങളെ എത്തിച്ചു കൊടുത്തൊരു മലക്കുണ്ട്. ആ മലക്കിന്റെ പേരെന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം. ഉറപ്പിക്കട്ടെ. ആ എന്തത്ര ഉറപ്പ്? ഞാൻ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടല്ലേ? എന്നാ 10 മലക്കുകളില്ലേ? 10 മലക്കളുടെ പേരൊന്ന് പറയാൻ പറ്റുമോ? ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്രായീൽ അലൈഹിസ്സലാം, മുൻകർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം, ഇർവാൻ അലൈഹിസ്സലാം, മാലിക് അലൈഹിസ്സലാം. ഒരാളും കൂടി ഇല്ലേ? അത്തീത് പറഞ്ഞോ? ഈ മലക്കുകളുടെ പേരൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ അതിലൊരു മലക്കാണ് ആര്? ജിബ്രീൽ അല്ലേ? അപ്പൊ ജിബ്രീലിന്റെ ജോലി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറക്കി കൊടുത്തത്. മുർസലുകൾക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന മലക്കൽ. അപ്പൊ നബിക്ക് വഹി അറിയിച്ചു കൊടുത്ത മലക്കിന്റെ പേര് ജിബ്രീൽ എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം ശരിയാണ് കേട്ടോ. സമ്മാനം നേടിയിട്ടുണ്ട്. താങ്ക് യു. വീണ്ടും വിളിക്കട്ടോ. അസ്സലാമു അലൈക്കും. ഐശ്വര്യ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ടെലികിസിലെ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ ഇതേ സമയം ഒരുമിച്ച് കൂടുവാൻ റബ്ബ് തആല തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഒരു പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി എടപ്പാളിന്റെ മുഖമുദ്രയായി ഐശ്വര്യ ഗോൾഡ് പാലസ്.
916 BIS ഹോൾമാർക്ക് HUID സ്വർണ്ണാഭരണങ്ങൾ. ഏറ്റവും പുതിയ മോഡലുകളിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ ലഭിക്കുന്നതിന് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. തൂക്കത്തിലും വിലയിലും കുറവില്ലാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ സുവർണാവസരം. പത്തരമാറ്റിന്റെ പാരമ്പര്യം. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ. ഫോൺ 0494 2680 416.